അടുത്തത് ധനു കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്. ഇവർക്ക് ബുധശുക്ര സർപ്പി യോഗം മൂന്നാം ഭാവത്തിൽ, അതായത് കുംഭം രാശിയിൽ സംഭവിക്കുന്നു. എഴുത്ത്, എഡിറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മാർക്കറ്റിംഗ്, മീഡിയ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. മറ്റ് ജോലികളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര സുഖകരമല്ലാത്ത ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. ധനപരമായിട്ട് ചെറിയ ലാഭങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് തോള് സംബന്ധിച്ച്, അഥവാ തോളിൽ കൈത്തണ്ട മുതലായിട്ടുള്ള അവ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളോ അസ്വസ്ഥതകളോ വരാനുള്ള സാഹചര്യമുണ്ട്. കുടുംബപരമായിട്ട് നോക്കിയാൽ സഹോദരന്മാരുമായിട്ട് സംഘർഷത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയിലിരുന്ന ചില അവസ്ഥകളിലാണ് എന്നുണ്ടെങ്കിൽ അത് ക്രമേണ അത് നീങ്ങി സഹോദരന്മാരുമായിട്ട് കൂടിച്ചേരലിന് ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ദിവസേന ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും നല്ലതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് ഹനുമാൻ ചാലീസ നിത്യേന ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലുമൊക്കെ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് കഴിയുന്നത്ര ഒഴിവാക്കിയാൽ പല മാനസിക അസ്വസ്ഥതകളിൽ നിന്നും കുറച്ചൊക്കെയെങ്കിലും നമുക്ക് മുക്തി നേടാൻ സാധിക്കും.